ചെമ്പനീർ പൂവിൽ പുതിയൊരു ട്വിസ്റ്റ് ഉണ്ട്. നമ്മുടെ ശ്രുതി ആകപ്പാടെ പ്ലേറ്റ് മറിക്കുകയാണ്. ശ്രുതി എവിടെ നിന്നോ പൈസയൊക്കെ സംഘടിപ്പിച്ച് നമ്മുടെ ചന്ദ്രമതിയുടെ അടുത്ത് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. ശേഷം നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, അച്ഛൻ ചോദിച്ച പാടെ പൈസ എടുത്ത് അയച്ചു തരുമായിരുന്നു എന്ന് നമ്മുടെ ചന്ദ്രമതിയോട് പറയുന്നുണ്ട്. അപ്പൊ ചന്ദ്രമതി വലിയ ആളായിട്ട് നമ്മുടെ ആ ഒരു അച്ഛന് നമ്മുടെ രവീന്ദ്രന് പൈസ കൊടുക്കുകയും എന്നിട്ട് സച്ചിയെ രേവതിയെ കുറ്റപ്പെടുത്തുന്നുമുണ്ട്. ഇവനൊക്കെ പണ്ട് കള്ളു കുടിച്ച് വന്നിട്ട് വെറുതെ കിടന്ന് ഉറങ്ങുക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, നീ വന്നതിന് ശേഷമാണ് ഇവനിങ്ങനെ ചാടാനും കടിച്ചു കയറാനൊക്കെ തുടങ്ങിയത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ സച്ചി പറയുന്നുണ്ട് കേട്ടോ, ഒരു ബാങ്ക് കൊള്ളടിച്ച ഒരു വാർത്തയുണ്ട്, ആർക്കറിയാം ഇനി പോലീസ് നാളെ ഇങ്ങോട്ടേക്ക് അന്വേഷിച്ച് വരുമോ എന്ന് നമ്മുടെ ശ്രുതിയുടെ മുഖത്ത് നോക്കി പറയുന്നുണ്ട്. അപ്പൊ ശ്രുതി അത് എങ്ങനെയാണ് സംഘടിപ്പിച്ചതെന്ന് നമുക്ക് ഇനി എപ്പിസോഡ് വരുമ്പോൾ അറിയാം കേട്ടോ. അതിനുശേഷം നമ്മുടെ ശ്രുതിക്ക് പണിയൊന്നും എന്താ പറയാ തീർന്നിട്ടില്ല. ആ നവീൻ വിളിക്കുന്നുണ്ട്. നവീൻ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഞാൻ എത്രയും വേഗം നിന്റെ ഭർത്താവിനെയും നിന്റെ അമ്മായിമ്മയും കാര്യങ്ങൾ അവതരിപ്പിക്കും, അവരോട് കാര്യങ്ങൾ സത്യാവസ്ഥകൾ അവതരിപ്പിക്കും, അവരോട് പറയും. നമ്മുടെ നവീൻ വിളിച്ച് നമ്മുടെ ശ്രുതിയെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ശ്രുതി ഇതൊക്കെ കേട്ട്, നീ എഴുന്നേറ്റോ, നീ ഉയർന്ന എന്താ നിനക്ക് ബോധം വന്നോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചോദിച്ചിട്ട് ഇങ്ങനെ ഞെട്ടി നിൽക്കുന്ന ഒരു രംഗമാട്ടോ നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത്. ഒരു പണി തീർക്കുമ്പോൾ അടുത്ത പണി നമ്മുടെ ശ്രുതിയെ തേടി ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുക കേട്ടോ. ഈ കള്ളത്തരങ്ങളുടെ കൂമ്പാരമായതുകൊണ്ട് തന്നെ ശ്രുതിക്ക് പുറകെ തിരിച്ചടികളുടെ ഒരു എന്താ പറയുക ഒരു ഘോഷയാത്ര തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പൊ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ഗുഡ് ബൈ.